പ്രിയപ്പെട്ടവരെ, നോമ്പ് കാലം ആരംഭിച്ചു. നോമ്പിൻ്റെ ചിന്തകളിലൂടെ നാം കടന്നു പോകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനത്തിൽ നാം കാണും, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരത്തെ പുഷ്ടിപ്പെടുത്തുവാൻ, ശരീരത്തെ സംതൃപ്തമാക്കുവാൻ, ശരീരത്തിന് ആവശ്യമുള്ളതല്ല നൽകുവാൻ നാം എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഇവിടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശരീരം കൊണ്ട് എന്താണ് ഫലം? ആത്മാവ് നഷ്ടപ്പെട്ടാൽ ശരീരത്തിന് എന്തു ചെയ്യാനാവും? ഈശോയുടെ ആദ്യത്തെ പ്രലോഭനത്തെ നമുക്കൊന്ന് കാണാം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം നാം വായിക്കുമ്പോൾ, യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിച്ചുകൂട്ടി. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചിരുന്നില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പ്രലോഭകൻ അവനെ സമീപിച്ചു. പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകുവാൻ കൽപ്പിക്കുക. എപ്പോഴാ പ്രലോഭകൻ ദൈവമായിരുന്നിട്ടും ഈശോയെ സമീപിച്ചത്? അവന് വിശന്നപ്പോൾ. അനുദിന ജീവിതത്തിൽ വിശപ്പ് അനുഭവിക്കാത്തവർ ആരുണ്ട്? എന്നാൽ യേശു ഇവിടെ നമ്മെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ദൈവം തന്ന ഒരു ദാനമാണ് വിശപ്പ്. എന്നാൽ ഈ വിശപ്പ് അവസാനിപ്പിക്കേണ്ടത് പ്രലോഭകൻ തരുന്ന മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങിയാവരുത്. പകരം അവിടുത്തെ വചനം കൊണ്ട് തന്നെ ആകണം എന്ന് ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്. മനുഷ്യ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവന് പലതരത്തിലുള്ള വിശപ്പുകളുണ്ട്. വലുതാകാനുള്ള വിശപ്പ്, ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്തെടുക്കാനുള്ള വിശപ്പ്, സമ്പന്നനാകാനുള്ള വിശപ്പ്, സൗഭാഗ്യത്തിനുള്ള വിശപ്പ്, ഒപ്പം ശരീരത്തിൻ്റെ വിശപ്പ്, ശാരീരിക ഇഷ്ടങ്ങൾക്ക് ഉള്ള താല്പര്യങ്ങൾ, ഇവയെല്ലാം വിശപ്പായി മനുഷ്യൻ്റെ മുമ്പിൽ കടന്നു വരും. ഈ വിശപ്പുകൾക്ക് പിന്നാലെ പോയല്ലേ പലപ്പോഴും അവൻ പാപത്തിന് അടിമയാകുന്നത്. ആദ്യ മാതാപിതാക്കൾക്കും ഒരു വിശപ്പുണ്ടായി, ദൈവത്തെ പോലെയാകാൻ, ദൈവത്തോടൊപ്പമാകാനുള്ള വിശപ്പ്. ഈ വിശപ്പ് നല്ലതല്ലേ? എന്നാൽ അതിനായി പ്രലോഭകൻ കൊടുത്ത അതിനായിട്ട് പ്രലോഭകൻ നൽകുന്ന മോഹന വാഗ്ദാനം, എളുപ്പമാർഗം, അത് കഴിക്കരുത് എന്ന് പറഞ്ഞ് പഴം കഴിച്ചുകൊണ്ടായിരുന്നു. പാപത്തിൻ്റെ മാർഗത്തിലൂടെ വിശപ്പകറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്നും വിശപ്പടക്കാൻ, മനുഷ്യൻ്റെ മനസ്സിൻ്റെ വിശപ്പടക്കാൻ, മനുഷ്യൻ്റെ ആവശ്യങ്ങളുടെ വിശപ്പടക്കാൻ എളുപ്പമാർഗങ്ങളിലൂടെയുള്ള നെട്ടോട്ടം അല്ലേ പല പാപങ്ങളുടെ വഴിയിലും നമ്മളെ കൊണ്ടുചെന്നാക്കി ആത്മാവ് നഷ്ടപ്പെടാൻ ഇടയാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ആഗ്രഹിക്കാം, ആത്മാവിൻ്റെ വിശപ്പടക്കാൻ. ആത്മാവിൻ്റെ വിശപ്പ്, ആത്മാവിൻ്റെ ദാഹം തീർക്കണമെങ്കിൽ ഈശോ പറഞ്ഞില്ലേ, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. സമരയക്കാരി സ്ത്രീയുടെ ദാഹം അകറ്റിയത് എങ്ങനെയാണ്? അതെ, ഈശോയുടെ വചനത്തിന് മാത്രമേ
നമ്മുടെ വിശപ്പും ദാഹവും തീർക്കുവാൻ കഴിയുകയുള്ളൂ. അതിനാൽ ഈ നോമ്പ് കാലത്ത് നമുക്ക് ആത്മാവിൻ്റെ ദാഹം തീർക്കാൻ, ശരീരത്തിൻ്റെ പ്രലോഭനത്തെ ജയിക്കാൻ വചനമാകുന്ന ആത്മീയ ഭക്ഷണം നമുക്ക് സ്വീകരിക്കാം. സങ്കീർത്തനം 143:10 പറയുന്നുണ്ട്, കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കട്ടെ. അവിടുത്തെ ആത്മാവ് നമ്മെ നയിക്കുമ്പോൾ ഇതാണ് വഴി, ഇതിലെ പോകുക എന്നുള്ള സ്വരം കേട്ട് നാം മുന്നേറുമ്പോൾ ഈ പ്രലോഭകൻ്റെ കെണിയിൽപ്പെടാതെ നമുക്ക് മുന്നേറാൻ പറ്റും. അതിനാൽ നമ്മുടെ അധരത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ ഈ വചനം, കർത്താവേ, അവിടുത്തെ ഹിതം നിറവേറ്റാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കട്ടെ.